വേണം ഇനി മുഖം കഴുകാൻ. നീയാണ് ഇതിനെല്ലാം കാരണം. നിന്നെ ഞാൻ നിന്റെ മനസ്സിന്റെ നേരുകൊണ്ടാ കല്യാണം ഇത്രയും ഭംഗിയായിട്ട് നടന്നത്. അല്ല, നീ ഉറങ്ങിയോ? അമ്മേ, ഞാൻ പോട്ടെ. ഇന്ന് ഇവിടെ കിടക്കാം മോളെ. എനിക്ക് പോണം. ചേട്ടൻ എന്നെ അന്വേഷിക്കും. ഇന്ന് അമ്മയുടെ കൂടെ കിടക്കാം മോളെ. അവിടെ ഇന്ന് ചേട്ടനും ചേച്ചിയും മാത്രം മതി. വാ. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. പാതിരി ആയാലും നിനക്കിതേ ഓർമ്മയുള്ളൂ. അയല, കരിമീൻ, കുടംപുളി. വല്ലാത്ത തലയിലെഴുത്ത്. ഞാൻ വരുമ്പോ കണ്ണടച്ച് കിടന്ന് ഉറങ്ങുന്നു. ഇന്നത്തെ ദിവസം അങ്ങനെ ഉറങ്ങുന്നത് ശരിയാണോ? ഉണർത്താൻ വേണ്ടിയാ പാടിയത്. കല്യാണത്തിന്റെ ഏർപ്പാടുകളൊക്കെ ഞാൻ തന്നെയല്ലേ ചെയ്തത്. വല്ലാത്ത ക്ഷീണം. കിടന്നതറിയാതെ ഉറങ്ങിപ്പോയി. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ഉറങ്ങാം. ആ ശരി, നിന്റെ പാട്ട് കച്ചേരിയെങ്കിലും നടക്കട്ടെ. പിന്നെ ഒരു കാര്യം, കരിമീനിനെ പറ്റിയും കുടംപുളിയെ പറ്റിയും ഒന്നും പാടരുത്. നല്ലൊരു സിനിമാ പാട്ട് പാടും. എനിക്ക് ആ പാട്ട് മാത്രമേ അറിയാവൂ. ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാ മതി. ഏത്? ആ മീൻകറി പാട്ടോ? നാറ്റം പിടിക്കാത്ത ഒറ്റപ്പാട്ട് നിനക്കറിയില്ല? ഇല്ല, അറിയാമെങ്കിലും ഞാൻ പാടത്തില്ല. എന്നാ അതെങ്കിലും പാടി തൊലയ്ക്ക്. ഇങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞാലൊന്നും ഞാൻ പാടത്തില്ല. സ്നേഹമായിട്ട് പറയണം. എന്റെ പൊന്നയലക്കറിയല്ലേ, ഒന്ന് പാട്. സുഖമാണോ ജാനു? ചേട്ടൻ വീട്ടിലില്ല. ഇന്ന് ഞാൻ വന്നത് ചേട്ടനെ കാണാനല്ല, ജാനുവിനെ കാണാനാണ്. എനിക്ക് ജാനുവിനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ജാനു, നിനക്ക് വിഷമം തോന്നരുത്, എന്നെ തെറ്റിദ്ധരിക്കുകയും വരുത്. നിനക്ക് വിരോധമില്ലെങ്കിൽ എനിക്കിതിനെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്.
ജാനു 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 ഞാൻ പറഞ്ഞ തെറ്റായിപ്പോയോ? ഇല്ല, പിന്നെന്തിനാ കരയുന്നത്? സന്തോഷം കൊണ്ട്. ശരി, ഞാൻ നാളെ തന്നെ വീട്ടിൽ വന്ന് നിന്റെ ചേട്ടനുമായി സംസാരിക്കാം. വാസു